NDAയുടെ മുന്നേറ്റത്തെ തടയിടാൻ കേരളത്തിൽ കോമാലി സഖ്യമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലടക്കം പരീക്ഷിച്ച സഖ്യത്തിന് വിജയം കണ്ടു. സഖ്യമുണ്ടാക്കിയവർ BJPയെ തരം പോലെ പള്ളുപറയുകയാണെന്നും രമേശ് തൃശൂരിൽ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ചേർന്ന് സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. സഖ്യമുണ്ടാക്കിയവർ അത് മറച്ചുവെക്കാൻ വേണ്ടി BJPയുടെ തലയിലേക്ക് വയ്ക്കുകയാണ്. കേരളത്തിലെമ്പാടും കോമാലി സഖ്യമാണുള്ളതെന്നും MD രമേശ് പറയുന്നു. ഒപ്പം ഇന്ത്യ സഖ്യം കേരളത്തിൽ നിലവിലുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും MD രമേശ് ആവശ്യപ്പെട്ടു. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ VD സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന് വിശദീകരിക്കാനുള്ള വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോട്ടും ഇടത് വോട്ടുകൾ മുസ്ലിം ലീഗിന്റെ പെട്ടിയിലേക്കാണ് വീഴുന്നത്. നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം തുടങ്ങി BJPക്ക് വിജയസാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും ഇവർ കോമാലി സഖ്യം പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇത്തവണയും കോൺഗ്രസ് CPM ലീഗ് കോമാലി സഖ്യം രൂപപ്പെട്ടുവെന്നും MD രമേശ് പറയുന്നു. സഖ്യം ഏതൊക്കെ രൂപീകരിച്ചാലും ജനം സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും BJPയുടെ തേരോട്ടത്തിന് തടയിടാൻ സഖ്യത്തിനാവില്ലെന്നും MD രമേശ് കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ.